ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ വിവേകും പിഞ്ചപ്പനും കൂടി വിവേകിന്റെ വീട്ടിൽ താമസിക്കുന്ന ആ നാലാമത്തെ പെൺകുട്ടി വർഷ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാനായി ആ രാത്രിയിൽ പോവുകയാണ്. ജപ്പനാണെങ്കിൽ അവിടെ എത്തി ആരും കാണാതെ അവരുടെ വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അതേസമയം അഭിയും അഞ്ജുവും വർഷയും ശിവനന്ദയും കൂടി നാളത്തെ ഇനാഗ്രേഷന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അഭി ഫോണിൽ നോക്കിക്കൊണ്ട് അവർക്ക് മൂന്നുപേർക്കുമായി പേടിപ്പിക്കുന്ന ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മദത്തൻ നോക്കി നിൽക്കെ ഉടൽ നിറയെ കൈകളുള്ള ഭീകര സത്വമുള്ള ആളെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ പേടിപ്പിച്ച് കഥ പറയാണ്. പെട്ടെന്നാണ് അവര് നാലുപേരും പിഞ്ചപ്പൻ ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നത് കാണുന്നത്. അപ്പനാണെങ്കിൽ ആ ഇരുട്ടിൽ ജനലിൽ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ അവര് നാലുപേരും ആകെ പേടിക്കുന്നുണ്ട്. കഥയും അങ്ങനെ ഒരാൾ നിൽക്കുന്നതും കണ്ട് ആകെ പേടിച്ച് അവര് അലറി വിളിക്കുകയാണ്. അങ്ങോട്ടേക്ക് മല്ലിക വരുന്നത്. മല്ലിക എന്നിട്ട് പിഞ്ചപ്പനെ കാണുന്നതും ഒരു മരക്കഷ്ണം കൊണ്ടുവന്ന് പിഞ്ചപ്പനെ അടിക്കുന്നുണ്ട്. കിട്ടിയ വേദനയിൽ പിഞ്ചപ്പനാണെങ്കിൽ അലറി കരയുന്നുണ്ട്. മല്ലികയുടെ ഒരടി കൊണ്ട് തന്നെ പിഞ്ചപ്പൻ അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ധനവും വസുന്ധരയും വരുന്നുണ്ട്. മല്ലികയോട് നിന്നിട്ട് ധനം ചോദിക്കുന്നുണ്ട്, എന്താണ് മല്ലികയെ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ മല്ലിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്റെ ഒരടി കൊണ്ട് ഇയാൾ മരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല സാർ എന്ന് പറഞ്ഞ് അങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ്. ധനവും വസുന്ധരയും ആണെങ്കിൽ ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം വേഗാണെങ്കിൽ ആ രാത്രിയിൽ ഒറ്റയ്ക്ക് അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ്. വേഗം എന്നിട്ട് പറയുന്നുണ്ട്, എന്റെ കണ്ണിലിപ്പോ അവളോളം ബ്യൂട്ടി മറ്റാർക്കുമില്ല. അങ്ങനെ വിവേക് പറയുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ വിവേകിന്റെ കണ്ണിൽ പെടാതെ അങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.